ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കുപരി പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ എംബസി അറ്റസ്റ്റേഷൻ പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് അപ്പോസ്റ്റൽ, അല്ലെങ്കിൽ ചിലവർ അതിനെ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ശരിക്കും എന്താണ് അപ്പോസ്റ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോസ്റ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് 1960കളിൽ നടന്ന കൺവെൻഷനിൽ വെച്ച് ലോകത്തെ ഏകദേശം 160ഓളം രാജ്യങ്ങൾ കൂടിച്ചേർന്ന് ഈ രാജ്യങ്ങൾക്കിടയിലുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ജോലി ആവശ്യപ്രകാരവും ടൂറിസം ആവശ്യപ്രകാരം എല്ലാം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് യാത്ര സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് നിയമങ്ങൾ നടപ്പിലാക്കി. അതിൽപ്പെട്ട ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോസ്റ്റൽ എന്നുള്ളത്. അതായത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ഡോക്യുമെൻറ്റ്സുകൾ അറ്റസ്റ്റ് ചെയ്യാൻ അതാത് രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഏർപ്പാടാക്കി. അതായത് ഇന്ത്യ ഒരു അപ്പോസ്റ്റൽ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ UK ഒരു അപ്പോസ്റ്റൽ രാജ്യമാണ്. കാനഡ മറ്റൊരു അപ്പോസ്റ്റൽ രാജ്യമാണ്. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ യാത്ര രേഖകൾ എംബസി അറ്റസ്റ്റ് ചെയ്യുന്നതിന് പകരമായിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് UK അല്ലെങ്കിൽ കാനഡ ആക്സെപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ കാനഡയിൽ നിന്നുള്ളൊരു വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യയിലേക്ക് പഠിക്കാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വരികയാണെങ്കിൽ അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം അതിനെ അപ്പോസ്റ്റൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യയിലും സ്വീകരിക്കപ്പെടും. ഇത്തരത്തിൽ സിംപ്ലിഫൈ ചെയ്ത ഒരു പ്രോസസ്സിംഗ് ആണ് ശരിക്കും അപ്പോസ്റ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 160-ലുപരി അപ്പോസ്റ്റൽ രാജ്യങ്ങളുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട UK, കാനഡ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, കുട്ടികൾ പ്രധാനപ്പെട്ട നെതർലാൻഡ്, ന്യൂസിലാൻഡ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, നമ്മൾ അറിയപ്പെടുന്ന ഒരുപാട് രാജ്യങ്ങൾ അറ്റസ്റ്റേഷൻ വളരെ സിമ്പിളായിട്ട് അതാത് രാജ്യത്തിൻ്റെ HRD അല്ലെങ്കിൽ SDM കഴിഞ്ഞതിന് ശേഷം ആ രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മറ്റൊരു അപ്പോസ്റ്റൽ കൺട്രിയിലേക്ക് സിംപിളായി യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ഈ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അപ്പോസ്റ്റൽ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഡിഗ്രിക്ക് പോകുന്ന ഒരാളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ 10th, 12th അതുപോലെ എല്ലാ ഡോക്യുമെൻറ്റും ചിലർ ജനന സർട്ടിഫിക്കറ്റ്, ചില സമയത്ത് പല ഡോക്യുമെൻറ്റുകളും വിവാഹ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ അപ്പോസ്റ്റൽ ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ പ്രോസസ്സിങ് വളരെ സിമ്പിളാണ്. വളരെ ചെറിയ സമയത്തിൽ തന്നെ നമുക്ക് അപ്പോസ്റ്റൽ ചെയ്ത് ഡോക്യുമെൻ്റ് എടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംബസി അറ്റസ്റ്റേഷൻ എന്നുള്ള ഒരു കാര്യത്തിൽ വളരെ സിംപ്ലിഫൈ ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് അപ്പോസ്റ്റൽ എന്നുള്ളത്. ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്.